വരൂ നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും പഴയ ഒരു ആംഗ്ലിക്കൻ ദേവാലയത്തിലേക്ക് പോയിട്ട് വരാം. ആംഗ്ലിക്കൻ ദേവാലയം എന്ന് പറയുമ്പോൾ അധികം അത്ഭുതപ്പെടുകയൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലെ CSI ചർച്ചുകളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു പൂർണ്ണ രൂപമാണ്. CSI ഒക്കെ ആക്ച്വലി ആംഗ്ലിക്കൻ സഭയുടെ ഒരു ഇന്ത്യൻ വേർഷനാണ് CSI, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വന്ന ലണ്ടൻ മിഷൻ സൊസൈറ്റിയൊക്കെ ആംഗ്ലിക്കൻ സഭയുടെ ഭാഗമായിരുന്നു. UK തന്നെ ഏറ്റവും പഴയ ഒരു ചർച്ചിനാണ് ഞാൻ വന്നിരിക്കുന്നത്. AD 637 ഉണ്ടാക്കിയെന്ന് പറഞ്ഞൊരു ചർച്ചാണ്. നോർത്തേക്ക് 637, ഒത്തിരി പഴയത്. നമ്മുടെ ഈ ക്രിസ്ത്യാനിറ്റി എത്രമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് നിങ്ങൾ ഓർത്തേക്ക്. നിങ്ങൾ ഈ സ്ഥലം കണ്ടെന്ന് മനസ്സിലാവും. വെയിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് വരാനും പാടുള്ള സ്ഥലമാണ് UK. അപ്പോൾ ആ സമയത്ത് അന്ന് ഈ പാലമൊന്നുമില്ല. ഈ പാലെല്ലാം കറന്ന് ഇതുപോലെ ഐലൻഡിൽ വന്ന് ചർച്ച ഉണ്ടാക്കി. അതാ ഗേറ്റാത്ത സംഭവം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡിലാണ്. ഇത് ആക്ച്വലി ഉള്ളത് വെയിൽസിലെ വാങ്കർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ലോകത്തിലെ ആദ്യത്തെ ആംഗ്ലിക്കൻ ചർച്ചുകളിൽ ഒന്നാണ് ഇത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണിത്. ഇവിടെ ഒത്തിരി കല്ലറകൾ കാണാൻ സാധിക്കും. ഞാൻ ഓരോന്നായി നോക്കിയപ്പോഴേക്കും 1630 മുതലുള്ള ശവക്കല്ലറകൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ എത്രയധികം ആൾക്കാർ വന്നു. മാമോദീസ, ആദ്യ കുർബാന, വിവാഹം, മരണം, അങ്ങനെ എത്രയെത്ര കൂദാശകൾ ഇവിടെ നടന്നിട്ടുണ്ടാകാം. എത്രയധികം മനുഷ്യർ വന്നു പോയിട്ടുണ്ടാകാം. ഇത് ശരിക്കും ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഈ ദേവാലയത്തിന് ചുറ്റും നടന്നപ്പോഴേക്കും എൻ്റെ മനസ്സിൽ കൂടെ ഓടി വന്നത് നൂറ് സംശയങ്ങളും നൂറ് കാര്യങ്ങളുമാണ്. ഇനി നമുക്ക് ഈ ദേവാലയത്തിൻ്റെ അകത്തോട്ട് കയറാം. പടിവാതിലിൽ തന്നെ ഏത് വർഷമാണ് ഈ ദേവാലയം പണിതത് എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫലകം ഉണ്ട്. വളരെയധികം ലാളിത്യമുള്ള ഒരു ദേവാലയമാണ് ഇത്. ഇതിൻ്റെ കവാടത്തിൽ തന്നെ AD 630 എന്ന് എഴുതിയിട്ടുണ്ട്. 1400 വർഷം പഴക്കമുള്ള ഒരു കവാടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കറക്റ്റ് ഒരു 6 അടി ഉയരം മാത്രമാണ് ഈ കവാടത്തിനുള്ളത്. എനിക്ക് 6 അടി ഉണ്ട്. അപ്പം ഞാൻ തല കുടിച്ചാണ് അകത്തോട്ട് കയറിയത്. തറയിലും ദൈവവചനങ്ങൾ കൊത്തി ഇട്ടിട്ടുണ്ട്. അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളുടെ CSI ചർച്ചിൻ്റെ അകം പോലെ തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. കാരണം ഇതൊരു ആംഗ്ലിക്കൻ ചർച്ചാണല്ലോ. അതേ ഒരു വാസ്തുവിദ്യയും അതേ ഒരു കാർപ്പൻട്രിയുമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത് കുമ്പസാരക്കൂടാണ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് CSI സഭയുടെ കാര്യങ്ങളെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആംഗ്ലിക്കൻ സഭ കത്തോലിക്ക സഭയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സഭയാണ്. അതുകൊണ്ട് തന്നെ അൾത്താരയ്ക്ക് നല്ല വ്യത്യാസം കാണുവാൻ സാധിച്ചു. എൻ്റെ കുട്ടിക്കാലങ്ങളിൽ ഞാൻ VBSന് പൊക്കൊടുത്തത് ഒരു CSI പള്ളിയിലായിരുന്നു. സെൻറ്റ് ജോൺ CSI ചർച്ച്, മുളയക്കൊന്ന്, പാമ്പാടി. ആ പള്ളിയിലാണ് എൻ്റെ കുട്ടിക്കാലം മൊത്തം ഞാൻ ചെലവിട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് CSI സഭയുമായിട്ടുള്ള ഒരു ബന്ധം വളരെ വലുതാണ്. ഇവിടെ ഒരു ഫലകത്തിൽ കുറേ വാക്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. CSI സഭ വളരെ എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ആംഗ്ലിക്കൻ സഭ എന്ന് പറഞ്ഞാൽ CSI സഭയുടെ മറ്റൊരു വേർഷനാണ്, അല്ലെങ്കിൽ CSI സഭയുടെ പൂർണ്ണ രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ആംഗ്ലിക്കൻ ചർച്ച് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോഴേക്കും തുടങ്ങിയതാണ് ചർച്ച് മിഷൻ സൊസൈറ്റിയും ലണ്ടൻ മിഷൻ സൊസൈറ്റിയും പോലുള്ള സൊസൈറ്റികൾ. അതാണ് പിന്നീട് CSI, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിലേക്ക് മാറിയത്. അങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് കണ്ട് ഞാൻ നടക്കുകയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്തുമാത്രം എഫേർട്സ് എടുത്തിട്ടായിരിക്കും ക്രിസ്ത്യാനിറ്റി ലോകത്ത് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. കാര്യം ക്രിസ്ത്യാനിറ്റി മീൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ എഫേർട്ടുകൾ നിങ്ങൾ ഓർത്ത് കയറും. പല സിംഹത്തിൻ്റെ മടയിൽ എറിഞ്ഞും അങ്ങനെയൊക്കെ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചു സ്റ്റിൽ നൗ നമുക്കറിയാം നൈജീരിയയിലൊക്കെ സംഭവിക്കുന്നത്. എന്നിട്ടും ഓരോ ക്രിസ്ത്യാനിറ്റി വിട്ടത് ഒത്തിരി എഫേർട്ട് എടുത്താണ് ക്രിസ്ത്യാനിറ്റി വളർന്നത്. അപ്പം ഇതുപോലൊക്കെ ഉള്ള മ്യൂണമെൻറ്റ്സ് ഒക്കെ ഇന്ന് UK അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണാൻ സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആണോ. യു സീ ദിസ് പ്ലേസ്, വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ കോളനിവൽക്കരണത്തെ വളരെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമ്മൾ പറയാൻ വിട്ടുന്നൊരു കാര്യം, ഇവർ നമ്മൾക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളാണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ തലമുറകളെ പഠിക്കുവാൻ വേണ്ടി സ്കൂളുകളിലേക്ക് അനുവദിച്ചത്, ഞങ്ങൾക്ക് തുല്യ അവകാശങ്ങൾ തന്നതും ഞങ്ങളെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉയർത്തിയതും സഭകളാണ്. സഭകളുടെ ഒരു പങ്ക് വളരെ വലുതാണ്. നമ്മുടെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന പള്ളിക്കൂടം പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്ക്
പഠിക്കാൻ പറ്റാതെ വന്ന സാഹചര്യത്തിലും ഇവിടുത്തെ അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ നമ്മളെ സ്കൂളുകളിലേക്ക് കൊണ്ടുപോവുകയും നമുക്ക് വേണ്ട വിദ്യാഭ്യാസം തരികയും നമ്മളെ ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചത് ഇവിടുത്തെ രാജാക്കന്മാരെയാണ്. ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചിരുന്ന രാജാക്കന്മാരെ മാത്രമാണ്. നമുക്ക് വിദ്യാഭ്യാസം, സ്കൂള്, റെയിൽവേ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിന്ന് കാണുന്ന എല്ലാ മാറ്റങ്ങളും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന കൂട്ടുകാരുമായി ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുകയും അവരുടെ അനുഭവങ്ങളും അവരുടെ രാജ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ UK പോലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും വരുന്ന ഒരു സ്ഥലമാണല്ലോ. ഇതിൽ ചൈനക്കാർ, ആഫ്രിക്കക്കാർ, ജപ്പാൻകാർ, കൊറിയക്കാർ പോലെ എല്ലാ ആൾക്കാരെ കാണുവാനും എനിക്ക് സാധിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോയപ്പോഴാണ് ഞാൻ ഒരു കാര്യം മറന്നത്. എൻ്റെ കൂടെ എൻ്റെ ഭാര്യ പ്രിയപ്പെട്ട ശരണ്യ ഉണ്ടായിരുന്നു. ഞാൻ അവളുടെ കാര്യം മറന്നുപോയി. അപ്പോഴാണ് നോക്കുന്നു, അവളുടെ ബംഗ്ലാദേശി കൂട്ടുകാരിയായ കനീസുമായിട്ട് അങ്ങ് ദൂരെ പോയി ഫോട്ടോ എടുപ്പും പരിപാടിയുമാണ്. കടലിൽ കൊണ്ടുവരുന്നാൽ മതിയായിരുന്നു. കടൽ എങ്ങനെ അവിടെ പോകുന്നത് എനിക്ക് വഴിയും കൊണ്ടൊന്നും അറിയത്തില്ല. Still we are trying it. I don't know how to go there, but still yeah, that's the way I can go there. But I feel very calm. This place very peaceful. It's very oldest, I think. Very peaceful. Like the greenery is actually very good. But I really miss India. Yeah. അങ്ങനെ UK വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു വ്ളോഗാണിത്. പണ്ടത്തെ വ്ളോഗിനേക്കാളും ഒത്തിരി കുറവുകളുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് പനി പിടിച്ചൊരു സാഹചര്യത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നതും റെക്കോർഡ് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്യുന്നതും. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് വളരെയധികം നല്ല വീഡിയോകളുമായിട്ട് ഇനിയും കാണുവാൻ സാധിക്കുന്നതാണ്. എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് മീ അഖിൽ സൈനിങ് ഓഫ്. ഇനിയും നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ദിസ് ഈസ് മീ അഖിൽ സൈനിങ് ഓഫ്.